ഗായ്സ്, അങ്ങനെ ഇച്ചുവിനും കൂട്ടി ഇത് അംഗൻവാടിയിലേക്ക് പോവാണ്. ഇച്ചുവിന് ഫ്രൂട്ട്സൊക്കെ തിന്നുന്ന ദിവസമാണ്. അപ്പോൾ ഓരോ കുട്ടികൾ എന്തെങ്കിലും ഫ്രൂട്ട് കൊണ്ടുപോകണം. ഞാനാണെങ്കിൽ ഇന്ന് ബത്തക്കയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ബത്തക്ക എടുത്ത് നേരെ അംഗൻവാടിയിലെത്തി. ഫസ്റ്റ് ഇച്ചു കളിക്കാനൊന്നും പോകുന്നില്ല, എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നു. പിന്നെ പിള്ളേരെല്ലാവരും നിരങ്ങാൻപട്ടി കയറുന്ന കണ്ടിട്ട് ഇച്ചു എന്താവും നേരെ പോയിട്ട് നിരങ്ങാൻപട്ടി കയറി ഇങ്ങനെ നിരങ്ങി കളിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ആൾ ഉഷാറായി. രാവിലെ എണീച്ചപ്പോൾ മുതൽ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ, ഒരു ചെറിയ ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ക്ഷീണമായിരുന്നു. പക്ഷെ അംഗൻവാടി എത്തിയപ്പം വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞാൻ ബസ്സും പിടിച്ച് നേരെ ഷോപ്പിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തി കുറച്ച് കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഡോക്ടർ വരാനുണ്ട് വൈകുന്നേരം ആകുമ്പം. അപ്പോൾ ഇച്ചുവിനും കൂടി അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് കുറച്ച് ചക്കയും അച്ചാറും തന്നിട്ടുണ്ടായിരുന്നു, നല്ല കോമ്പിനേഷനാണെന്ന് പറഞ്ഞിട്ട്. റസീന എന്ന് മറ്റാണ് അവൾ പേരിട്ട, തൊട്ടപ്പുറത്തെ ഷോപ്പാണ്. പേരൊന്നും മര്യാദയ്ക്ക് അറിയില്ലെങ്കിലും തരുന്ന സാധനമൊക്കെ തിന്നാൻ നന്നായിട്ട് അറിയാം. പിന്നെ വേഗം ചോറൊക്കെ തിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ തുടങ്ങി. അതൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആയപ്പം അച്ഛനും ഇച്ചുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഇച്ചുവിന് നന്നായിട്ട് കഫക്കെട്ടും ഉണ്ട്, കുറച്ച് അലർജീൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലെത്തി ആവി പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.